എല്ലാ നന്മകളും ഈ രാവിലെ നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ കുടുംബത്തിലുള്ളവരും നമ്മുടെ ബന്ധപ്പെട്ട ഓരോരുത്തർക്കും ഉണ്ടാവുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു രാവിലെ വർഷത്തേക്കുള്ള ഒരു നിർണായ ഘട്ടമാണ്. എല്ലാ നിലക്കുമുള്ള അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുന്ന ഭാഗത്ത് എല്ലാവരും മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇവരുടെ അമീന്റെ തരത്തിലാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. لله رب العالمين حمدا يوافي نعمه ويكفي مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا محمد. اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم واصلا ورحمة ناسلا وبركة شاملا ورد مرضية متصلة منا إلى حضرة النبي محمد صلى الله عليه وسلم وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين كلهم يا رب العالمين وإلى حضرة من نبيناهم يا رب العالمين. اللهم اغفر لنا واغفر له وارحمنا واعف عنا واعف وعافنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا وفي امورنا فيما اعطيتنا. اللهم بارك لنا في مجلسنا هذا يا رب العالمين بركة تامة يا رب العالمين. ارحم الرحيم يا الله راجس ഞങ്ങളുടെ ഏൽപ്പിച്ചുകൂടലും നീ സ്വീകരിക്കണം റഹ്മാനേ. വലിയ പ്രതീക്ഷയോടുകൂടെ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് പോയിട്ടുള്ള മുത്തുമുഅ്മിനീങ്ങള് മനസ്സിൽ ഒരുപാട് നിയ്യത്തുകൾ വെച്ച് വളരെ പ്രതീക്ഷയോടുകൂടെ വന്നിട്ടുള്ളവരാണ് റബ്ബേ. അവരുടെ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. നിറവേറ്റി കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. ഹിദായത്ത് നൽകണം അല്ലാഹ്. രോഗങ്ങൾ കൊണ്ട് പരീക്ഷണം നൽകല്ല റഹ്മാനേ. അല്ലാഹുവേ മരണം വരെ ഇസ്സത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അവയവങ്ങൾ വലിയ അനുഗ്രഹമായിട്ട് നൽകിയിട്ടുണ്ട് റബ്ബേ. ആ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് തൃപ്തിയാകുന്ന നിലക്ക് പ്രവർത്തിപ്പിക്കുവാനുള്ള അവസരം സാഹചര്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് കരങ്ങൾ നൽകിയിട്ടുണ്ട്, കാലുകൾ നൽകിയിട്ടുണ്ട്, കണ്ണുകൾ നൽകിയിട്ടുണ്ട്, ചെവികൾ നൽകിയിട്ടുണ്ട് റബ്ബേ. നാവ് നൽകിയിട്ടുണ്ട്, ചുണ്ട് നൽകിയിട്ടുണ്ട്, മറ്റു പല അവയവങ്ങൾ നൽകിയിട്ടുണ്ട് റബ്ബേ. ഈ അവയവങ്ങൾ വെച്ച് എത്തുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. എല്ലാ നിലക്കുമുള്ള കാവൽ നീ നൽകണം റഹ്മാൻ. ഹിദായത്ത് നൽകണം അല്ലാഹ്. രോഗങ്ങൾ കൊണ്ട് നീ പരീക്ഷിക്കല്ല റഹ്മാൻ. ഇവിടെ ഒരുമിച്ച് കൂടി അമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടപ്പെട്ടവര് പലരും രോഗത്തിലാണ് റബ്ബേ. പൂർണ്ണമായ ശിഫ നൽകണം അല്ലാഹ്. മാറാരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാൻ. ശാരീരികപരമായ ശരീരത്തിന്റെ അകത്തും പുറത്തും പല വേദനകൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റഹ്മാൻ. അവയവങ്ങളിൽ വേദന അനുഭവിക്കുന്നവരുണ്ട് റഹ്മാൻ. ക്യാൻസർ, ട്യൂമർ പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് കഴിഞ്ഞു കൂടുന്നവരുണ്ട് അല്ലാഹ്. എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാൻ. നീ ശിഫ നൽകണം അല്ലാഹ്.
കരൾ സംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. പല ഡോക്ടർമാരെ മാറി മാറി കണ്ടിട്ട് അതിനൊരു പരിഹാരം കാണാൻ കഴിയാത്ത സഹോദരനുണ്ട് റബ്ബേ. ബാഹുവേയുള്ള പ്രതീക്ഷ നിന്നിൽ മാത്രമാണ് റബ്ബേ. വലിയ പ്രതീക്ഷയോടുകൂടെ ഈ രാവിലെ നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ റബ്ബേ പൂർണ്ണമായിട്ടൊരു ശിഫ നീ നൽകണം അല്ലാഹ്. ശിഫ നീ നൽകണം അല്ലാഹ്. ശിഫ നീ നൽകണം അല്ലാഹ്. ബാഹുവേട്ടയുള്ള ഒരു സഹോദരൻ ഭാര്യയ്ക്ക് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ആ ക്യാൻസറിന്റെ അംശം ആ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ആരോഗ്യം സന്തോഷവും നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കോ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ശരീരത്തില് ക്യാൻസറോ മറ്റ് മാറാരോഗങ്ങളുടെ ഏതെങ്കിലും ഒരു അംശം ഒരു അണുവുണ്ടെങ്കിൽ ഈ ദിവസത്തിന്റെ രാവിന്റെ ഊദ്യസീലിന്റെ ബറക്കത്ത് കൊണ്ട് ശരീരത്തിൽ നിന്ന് നീ ഒഴിവാക്കി തരണം അല്ലാഹ്. ഒഴിവാക്കി തരണം അല്ലാഹ്. ഞങ്ങളുടെ അവയവങ്ങൾ തളർന്നുപോയി കട്ടിലിൽ അനക്കമില്ലാതെ മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ ചേർന്നേറ്റ് കിടക്കുന്ന രോഗവും ശാരീരിക ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. പലരുടെയും വീട്ടില് വേണ്ടപ്പെട്ട പലരും രോഗിയായി അനക്കമില്ലാതെ കിടക്കുമ്പോൾ ഒന്ന് മരിക്കാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ ആഗ്രഹമുണ്ടായിട്ട് പറയുന്നതല്ല റബ്ബേ. പക്ഷേ ആ കിടപ്പ് കാണുമ്പോൾ വല്ലാത്ത വേദന അനുഭവപ്പെടുകയാണ് റബ്ബേ. അങ്ങനെ കിടന്നു പോകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ഒരാൾക്കും നീ നൽകല്ല അല്ലാഹ്. വേണ്ടപ്പെട്ട ഒരാൾക്കും നീ നൽകല്ല അല്ലാഹ്. മരണം വരെ ഒരാളുടെയും സഹായമില്ലാതെ തങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ സ്വന്തം ചെയ്യുവാനുള്ള ആരോഗ്യം നൽകണം റഹ്മാനെ. ആരോഗ്യം നൽകണം അല്ലാഹ്. മനസ്സിലുള്ള പ്രയാസങ്ങൾ മാറ്റിത്തരണം റഹ്മാനെ. ഒരു കുട്ടിയെ പ്രതീക്ഷ ആഘോഷത്തിന്റെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി മനോവിഷമത്തോടുകൂടെ കഴിയുന്ന സഹോദരികളുടെ റബ്ബേ, വിഷമങ്ങൾ മുഴുവനും നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്. സഹീഹങ്ങളായ സന്താനങ്ങളെ നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ പിഞ്ചു മക്കള് ഒരാളെയും യതീമീങ്ങളാക്കല്ല റബ്ബേ. യതീമീങ്ങളാക്കല്ല റബ്ബേ. വിധവകളാക്കല്ല റബ്ബേ. സന്തോഷത്തോടുകൂടെ മക്കൾക്കും ചുംബനം കൊടുത്തുകൊണ്ട് ഭാര്യക്കും മാതാപിതാക്കൾക്കും സലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുമ്പോൾ മരണവാർത്തയോടുകൂടെ ആംബുലൻസിൽ വരുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ഒരാൾക്കും നീ നൽകല്ല അല്ലാഹ്. ഒരാൾക്കും നീ നൽകല്ല അല്ലാഹ്. ഞങ്ങളുടെ പല അവസ്ഥകളും ഞങ്ങൾ കാണുമ്പോൾ തുടർന്ന് ഞങ്ങളുടെ ഭാര്യയും മക്കളും ജീവിക്കാൻ വേണ്ടി മറ്റൊരാളുകളുടെ കരങ്ങൾ നീട്ടുന്ന അവസ്ഥ ഞങ്ങൾക്ക് ഒരാൾക്കും നീ നൽകല്ല അല്ലാഹ്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്നത് പലതരത്തിലുള്ള രോഗങ്ങളുമായിട്ടുള്ളവര് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്കും അങ്ങനത്തെ അവസ്ഥ നീ വരുത്തല്ല റബ്ബേ. ഈ രാവിലെ വലിയ പ്രതീക്ഷയോടുകൂടെ കരങ്ങൾ ഉയർത്തുമ്പോൾ നീ തട്ടിക്കളയല്ല റബ്ബേ. തെറ്റുകൊണ്ട വലിപ്പം കാരണം നീ തട്ടിക്കളയല്ല അല്ലാഹ്. ഞങ്ങൾക്ക് നീ റിസ്ക് നൽകണം അല്ലാഹ്. ഭക്ഷണം നൽകണം അല്ലാഹ്. ഭക്ഷണം നൽകണം അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഖൈറായ ഭവനം നീ നൽകണം അല്ലാഹ്. മറ്റ് പല വീടുകളിലും കയറി താമസത്തിന് പോകുമ്പോൾ ഞങ്ങൾക്കൊരു ഭവനമില്ല എന്ന മനോവിഷമം ഒരാളോടും പറയാതെ പല
മനസ്സുരുകി അവിടെ കൂടുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹൈറായ ഭവനം നീ നൽകണം അല്ലാഹ്. അതിനുള്ള സാഹചര്യം നീ ഒരുക്കി കൊടുക്കണം റഹ്മാനേ. ഇണകളില്ലാത്തവർക്ക് അനുയോജ്യമായ ഇണകളെ നീ നൽകണം റഹ്മാനേ. വിവാഹത്തിന് തടസ്സമുള്ള എന്താണോ ആ തടസ്സങ്ങൾ മാറ്റിയിട്ട് അവരുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണം റഹ്മാനേ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അത് കൊടുത്തു വീട്ടാനുള്ള വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനേ. ഒരാളുടെ കടം വീട്ടുവാൻ വേണ്ടി മറ്റൊരാളോട് കടം മേടിച്ച് അവസാനം ഒരാൾക്കും കൊടുക്കാൻ പറ്റാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഒരു നിമിഷത്തെ ചിന്ത മാറിപ്പോയി കയറിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിക്കുന്ന എത്ര പേരെയാണ് റബ്ബേ നിങ്ങൾ കാണുന്നത്. അങ്ങനത്തെ ഒരവസ്ഥ ഞങ്ങൾക്ക് ഒരാൾക്കും നീ വരുത്തല്ല റബ്ബേ. ഞങ്ങളുടെ ജനാസ കൊണ്ടുവച്ച് മയ്യിത്ത് നിസ്കരിക്കുന്ന സമയത്ത് വിരവേഷുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല അല്ലാ. ഒരവസ്ഥ നീ എത്തിക്കല്ല അല്ലാ. ഞങ്ങളെ നീ പൂർണ്ണമായിട്ടും സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങൾ ഒരുപാട് സമ്പത്തൊന്നും നിന്നോട് ചോദിക്കുന്നില്ല റബ്ബേ. എത്ര വിശാലമാണ് റബ്ബേ. ഞങ്ങൾക്ക് ജീവിക്കാൻ ഉദകമാകുന്ന നിനക്കുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. അഭിമാനം നൽകണം അല്ലാഹ്. അതിന്റെ ബറക്കത്ത് നൽകണം അല്ലാഹ്. തൊഴിൽ മേഖലകളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. ബിസിനസ്സിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. വാഹനങ്ങളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. കൃഷിയിടങ്ങളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. ബന്ധപ്പെടുന്ന സർവ്വ മേഖലകളിലും ബറക്കത്ത് നൽകണം അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സന്തോഷവും സമാധാനവും ഐക്യവും നൽകണം അല്ലാഹ്. സന്തോഷത്തോടുകൂടി ജീവിതം ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ. ഭാര്യയും ഭർത്താവുമാണ്, മക്കളുണ്ടായി പിരിയാൻ കഴിയില്ല എന്ന രീതിയിൽ ആർക്കോ വേണ്ടി ജീവിക്കുന്ന പല ഭാര്യ ഭർത്താക്കന്മാരുമുണ്ട് റബ്ബേ. അവർക്കൊക്കെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. നീ ഭാഗ്യം നൽകണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വലീഹങ്ങളായ മക്കളെ നീ നൽകണം അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വലീഹങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാഹ്. ഹൈറായ ജോലി നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. ഇതുപോലെയുള്ള രാവുകളിൽ നിന്നിലേക്ക് കരങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട് റബ്ബേ. അല്ലാഹുവേ നിന്റെ അവസാനമായി മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഏത് സമയത്ത് എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല റബ്ബേ. അല്ലാഹുവേ അജ്ഞാത ജനമെന്ന് വാർത്തയിൽ കാണേണ്ട രീതിയിലുള്ള ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. ചതഞ്ഞടന്ന് കിടക്കുന്ന പല ജനങ്ങൾ പല ശരീരങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് റബ്ബേ. ഓർച്ചയിൽ ആരോരുമില്ലാതെ കിടക്കുന്ന ശരീരം ഞങ്ങൾ കണ്ടിട്ടുണ്ട് റബ്ബേ. അങ്ങനത്തെ ഒരവസ്ഥ ഞങ്ങൾക്ക് ഒരാൾക്കും നീ വരുത്തല്ല അല്ലാഹ്. നമുക്ക് തൃപ്തിയാകുന്ന നിരക്കുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, സംക്രമങ്ങൾ ചെയ്യുമ്പോൾ, പള്ളിയിൽ വരുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുമ്പോൾ, ഹജ്ജും ഉംറയും ചെയ്യുന്ന നല്ല നല്ല നിമിഷങ്ങളിൽ ഞങ്ങളുടെ റൂഹിനെ നീ തിരിച്ചെടുക്കണം അല്ലാഹ്. നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. മരണം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. മരിച്ചിരിക്കുന്ന ആഗ്രഹിച്ചു പോകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ഒരാൾക്കും നീ വരുത്തല്ല റബ്ബേ. ഒരാൾക്കും നീ വരുത്തല്ല റബ്ബേ. ഒരാൾക്കും അങ്ങനത്തെ ഒരു ചിന്ത നീ വരുത്തല്ല അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാര് ഭാര്യ ഭർത്താവ് സഹോദരി സഹോദരങ്ങൾ കൂട്ട കുടുംബാംഗങ്ങൾ വേണ്ടപ്പെട്ട പലരും ഇന്ന് ആറടി മണ്ണിലാണ് റബ്ബേ. ഇവിടെ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണം റഹ്മാൻ. സ്വർഗീയ കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കണം അല്ലാഹ്. സ്വർഗീയ അനുഭൂതി നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ രാവിലെ നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ ബറാഅത്ത് വലിയ പ്രതീക്ഷയോടുകൂടെ നിന്നിലേക്ക് പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉയർത്തുന്ന കരങ്ങളാണ് അല്ലാഹ്. നീ സ്വീകരിക്കണം അല്ലാഹ്. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. ജീവിക്കാൻ ഉതകമാകുന്ന എല്ലാ വിധത്തിലുമുള്ള റിസ്കുകൾ നൽകണം അല്ലാഹ്. അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഈ സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ഖബറിൽ കിടക്കുന്നവർക്ക് വലിയ സന്തോഷമുള്ള ഖബർ ജീവിതം നൽകണം റഹ്മാനേ. അല്ലാഹുവേ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഅ്മിനീങ്ങൾ മനസ്സിൽ എന്തെല്ലാം നിയത്തുകളുണ്ടോ അത് മുഴുവനും നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനേ. ഈ സദസ്സിലേക്ക് ചീരണി കൊണ്ടുവന്നവർ ആരെല്ലാം ഉണ്ട് അവർക്കൊക്കെ നീ വലിയ ഖൈർ നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഈ പള്ളിയുടെ ഭംഗി കൂട്ടുവാൻ വേണ്ടി ആരെല്ലാം അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്തേക്ക് സമാധാനം നൽകണം അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലിലും കുടുംബങ്ങളിൽ വലിയ സമാധാനവും സന്തോഷവും നൽകണം അല്ലാഹ്. ഒറ്റപ്പെടുത്തി ഒരു മതത്തെയും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന ഒരവസ്ഥ വിശേഷണം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ല അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بحمده. صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.